ഇപ്പോൾ കഴിഞ്ഞ 45 വർഷമായിട്ട് ഈ രംഗത്തുണ്ട്. അപ്പോൾ എന്നെ ഈ 45 വർഷവും ഈ രംഗത്ത് നിലനിർത്തിയതെന്ന് പറയുന്നത് എൻ്റെ ശ്രോതാക്കളും എന്നെ ഇഷ്ടപ്പെടുന്നവരുമാണ്. അപ്പം തീർച്ചയായിട്ടും അവരോടുള്ളൊരു ബാധ്യത അല്ലെങ്കിൽ ഒരു കടപ്പാട് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോഴും ഈ പ്രായത്തിലും അത്യാവശ്യം നന്നായി പാടി നിൽക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഇന്ന് ഈ റംസാനൊക്കെയാണ്, പെരുന്നാളൊക്കെയാണ്. അതെ, നമുക്ക് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഒരു ഗാനം, ഒത്തിരി ഗാനങ്ങൾ പാടിയിട്ടുണ്ട്, താങ്കളുടെ ഗാനങ്ങളാണ് നമ്മളൊക്കെ കേട്ട് വളർന്നിരിക്കുന്നത്. പെട്ടെന്ന് പറഞ്ഞാൽ ഏത് ഗാനമായിരിക്കും ഒന്ന് കൊടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഒത്തിരി ഗാനം. അതെ അതെ, ഞാനിപ്പോൾ ഒന്ന് ഓർത്ത് എഴുതിയെടുത്ത് വെക്കാം. അതായത് ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് തന്നെ എനിക്കൊന്ന് നല്ല കുറേ പാട്ടുകൾ, എൻ്റെതായ കുറേ പാട്ടുകൾ പാടിയിരുന്നു. അതിൽ ഒരു പാട്ട് ഇപ്പം റയ്യാൻ എന്ന് പറഞ്ഞൊരു CD-ക്ക് വേണ്ടിയിട്ട് പാടിയൊരു പാട്ട്. അതൊക്കെ പുതിയ കമ്പനികളാണ്. റയ്യാൻ എന്ന് പറയുന്നത് അതിൻ്റെ ടൈറ്റിലാണ്. അത് ഏത് കമ്പനിക്ക്? അത് നമ്മുടെ ജോബ് മാഷിൻ്റെ മകനാണ്. അതായത് പണ്ട് അല്ലിയാമ്പലൊക്കെ ചെയ്ത് അദ്ദേഹത്തിൻ്റെ മകനാണ് അത് സംഗീതം നിർവഹിച്ചത്. അവരുടെ ഒരു കമ്പനിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അതിൻ്റെ ഒരു 4 വരി ഞാൻ പാടാം. റമളാനിൽ റയ്യാനിൻ സൗഭാഗ്യപ്പൂക്കൾ വിടർന്നു, ഋളുവാനിൽ രുചിയേറി സന്മാർഗകാലം വിരിഞ്ഞു, പൊന്നമ്പിളിമാനത്തേരിൽ മിന്നിത്തെളിഞ്ഞല്ലോ, പുണ്യം പെയ്യും രാവെന്നെ വാരിപ്പുണർന്നല്ലോ, റഹ്മത്തിൻ വാതിൽ തുറന്നല്ലോ, ലോകം റഹ്മാനിൽ കാവൽ ഇരുന്നല്ലോ, റമളാനിൽ റയ്യാനിൻ സൗഭാഗ്യപ്പൂക്കൾ വിടർന്നു, ഋളുവാനിൽ രുചിയേറി സന്മാർഗകാലം വിരിഞ്ഞു. ഇതാണിപ്പം ഏറ്റവും അടുത്ത് പാടി വെച്ചിരിക്കുന്നത്. പാടിയ നല്ലൊരു പാട്ട്. എല്ലാ റംസാൻ മാസത്തിലും പാട്ട് ഉണ്ട്. ഇപ്പൊ ഇന്ന് ഞാനൊരു പാട്ട് ഇപ്പൊ പാടിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ സ്റ്റുഡിയോയിൽ തന്നെ മുമ്പ് ഈ സ്റ്റുഡിയോയിൽ തന്നെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. നല്ല പാട്ടാണ്. ഇന്നും പാടിയിട്ടുണ്ട് അല്ലെ? എല്ലാ റംസാൻ സീസണിലും പാട്ടുണ്ടല്ലേ? ദൈവകൃപയാൽ എല്ലാ വർഷവും ഈ പറഞ്ഞ 1-2 പാട്ടൊക്കെ അങ്ങനെ വരുന്നുണ്ട്. മാപ്പിളപ്പാട്ട് എന്ന് കേൾക്കുമ്പോൾ താങ്കളുടെ ശബ്ദമാണ് പ്രേക്ഷകരുടെ മുമ്പിൽ എപ്പോഴും ഓടിയെത്താറുണ്ട് കേട്ടോ. ഇല്ല എന്ന് ഞാൻ പറഞ്ഞ ഒരിക്കലും പറയില്ല, എപ്പോഴും ഓടിയെത്താറുണ്ട്. അവർ തന്നെ പറയാറുണ്ട്, അവരുടെ അതായത് ആ മാപ്പിള സഹോദരങ്ങൾ തന്നെ പറയാറുണ്ട്, ഞങ്ങളുടെ പാട്ടുകാർ പാടുന്നതിനേക്കാൾ നിങ്ങൾ നന്നായി പാടുമെന്ന്. അതേ സ്റ്റൈൽ തന്നെ. അതെ. അല്ല, നേരത്തെ പറഞ്ഞു വെച്ചതിൽ ഒരു കാര്യം ചെയ്യാം. മറ്റേ പെരുമ്പാവൂരുള്ള ഇബ്രാഹിം അല്ലേ? ഇബ്രാഹിമിന്റെ പിന്നെ വർക്കും പാടിയിട്ടുണ്ട്. ഇബ്രാഹിം എനിക്ക് വേണ്ടി ട്രാക്കും പാടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഉച്ചാരണം പറഞ്ഞു. അതെ അതെ, സലീം രാജ് പറഞ്ഞൊരു വാക്കാണ് അല്ലാ എന്ന് പറയുന്നത്. എല്ലാവർക്കും അത് വരില്ല, സിമ്പിളാണ്. പക്ഷെ പറയുമ്പോ അത് ഈ പറഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. അല്ലാ എന്നങ്ങനെ എഴുതും. അപ്പൊ അത് അള്ളാന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ പറഞ്ഞ തെറ്റാ. അങ്ങനെ പറഞ്ഞ് പഠിക്കുന്നതാണല്ലേ? അതെ അതെ, പറയാൻ സിമ്പിളായിട്ട് പറയാൻ പറ്റും. നമുക്ക് അള്ളാ എന്ന് പറഞ്ഞ്, പക്ഷെ അള്ളാ എന്ന് പറയുന്നവരുണ്ട്. നമുക്ക് ന്യൂസൊക്കെ വായിക്കുന്നവർ ഉണ്ട്, വായിക്കുമ്പോൾ നമുക്ക് അറിയാം. ഈ മറ്റേ ഗൾഫ് ന്യൂസുകൾ വായിക്കുമ്പോൾ അതിനകത്ത് ഒത്തിരി ഇങ്ങനെ വരും, അബദ്ധങ്ങൾ വരാറുണ്ട്. അതെ, അപ്പൊ ആ ഉച്ചാരണം ഈസി ആയിട്ട് വരും. നമ്മൾ എഴുതി അച്ചടി ഭാഷ പറയുന്നത് കൊണ്ടാണ് തെറ്റ് വരുന്നത് അല്ലെ? അങ്ങനെയല്ലേ? ഋളുവാനിൽ ഇതിനകത്ത് തന്നെ ഒരു വാക്കാണത്. അപ്പൊ അത് ഋളു എന്നല്ലേ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഋളുവാനിൽ പാടിയ തെറ്റി അർത്ഥം വരെ മാറും. അതെ അതെ അല്ലേ? അത് കൃത്യമായിട്ടാണ് താങ്കളെ സ്റ്റഡി ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് അക്ഷരങ്ങളുടെയും അതിന്റെ ഉച്ചാരണത്തിന്റെയും കാര്യത്തിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധ കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും ശ്രോതാക്കളുള്ളപ്പോഴാണല്ലോ നമുക്കൊരു എനർജി വരുള്ളൂ. എനർജി മാത്രമല്ല, അവരുടെയൊക്കെ ഒരു പ്രാർത്ഥന. അവർ ജസ്റ്റ് നമ്മളെ ഒന്ന് നമ്മുടെ ഒരു നന്മ അവർ ആഗ്രഹിച്ചാൽ അതും ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥന ഉള്ളതുകൊണ്ടാണ് എനിക്ക് അത്യാവശ്യം നന്നായി പാടാൻ സാധിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുക എപ്പോഴും. അല്ലാതെ ഇപ്പം നമ്മുടെ കഴിവ് കൊണ്ട് ഞാൻ അങ്ങ് പാടി തകർത്തു എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ അത് ഈ പറഞ്ഞാൽ ഒരു ദൈവാധീനം. തീർച്ചയായിട്ടും അതെ. എനിക്കൊന്ന് 10,000-ൽ പരം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ അല്ലേ? അതിനപ്പുറത്തേക്ക് ആയി തോന്നുന്നു. അതെ അതെ, 1000-ൽ പരം, 1000-ലൊക്കെ മുകളിലേക്ക് മുസ്ലിം ഭക്തിഗാനങ്ങൾ അല്ലേ? മുസ്ലിം ഭക്തിഗാനം ഒരു 3,000-ന് മേലെയുണ്ട്. 3,000-ന് മേളിലായല്ലേ? ഞാൻ പഴയ കണക്ക് 3,000-ന് മുകളിലായി. ഈ 2 ലൈനിലേക്കുള്ള ഒരു യാത്രയാണ് മാർക്കോസ് എന്ന കലാകാരൻ്റെ ആ ശബ്ദത്തിൽ നിന്നും ഞങ്ങൾ കേൾക്കുന്നത്. പണ്ടൊക്കെ ഹിറ്റ്
ഹിറ്റ് ഗാനങ്ങൾ, മാപ്പിളപ്പാട്ടിലെ ഹിറ്റ് എന്ന് വെച്ചാൽ അന്നൊക്കെ ഗാനങ്ങൾക്ക് അർത്ഥമുണ്ടായിരുന്നു. ഇന്നൊന്നും ആ ഗാനങ്ങൾക്ക് അർത്ഥമില്ല, എന്തോക്കെ ഗാനങ്ങളായി വരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു. താങ്കൾക്ക് എങ്ങനെയാ തോന്നുന്നത് എനിക്കറിയില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഞാൻ മാത്രമല്ല, മാപ്പിളപ്പാട്ടിനെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും പറയുന്ന ഒരു കാര്യം അത് തന്നെയാണ്. കാരണം ഈ കുട്ടികൾ, അതായത് ഇന്നിപ്പോൾ 2000-ന് ശേഷമുള്ള കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. കാരണം അപ്പോഴാണേലും ഒരു 20-22 വയസ്സ് പ്രായമുള്ള കുട്ടികൾ, അതിലും നല്ല ആസ്വാദകരുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. പക്ഷെ അവർ വന്നപ്പോൾ അവർ കേൾക്കുന്ന അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന തരം പാട്ടുകൾ ഒരുപാട് മാറ്റം വന്നുപോയി. അതേസമയം ഞാനൊക്കെ കേട്ടു പഠിച്ചതും കണ്ടു പഠിച്ചതും പാടി പഠിച്ചതുമൊക്കെ പഴയ നല്ല വരികളും മഹാരഥന്മാരായിട്ടുള്ളവരുടെ കൃതികളും അതിൽ നിന്നെടുക്കുന്ന പാട്ടുകളുമൊക്കെയാണ്. അപ്പം നമ്മളൊക്കെ അങ്ങനെയുള്ള പാട്ടുകളോടാണ് കൂടുതൽ താല്പര്യം. മാത്രമല്ല, ദൈവത്തെ ആരാധിക്കാനായിട്ടാണ് എല്ലാ മതത്തിലും, അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ ആരാധിക്കാനായിട്ടാണ് പാട്ടുകൾ പാടിത്തുടങ്ങിയത്. ആദ്യകാല മനുഷ്യൻ എന്ന് പറയുന്നത് ഒന്നും ലിപിയിലുണ്ടായിരുന്നില്ല, ഭാഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവൻ ആകാശത്തേക്ക് നോക്കിയിട്ട് ശബ്ദങ്ങളുണ്ടാക്കുകയായിരുന്നു. ആ ശബ്ദങ്ങൾ പിന്നീട് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ വാക്കുകളായി, പിന്നെ അത് പാട്ടിൻ്റെ രൂപത്തിലായി. അങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ, ദൈവം എന്ന ഒരു ശക്തിയെ, അത് ഏത് രീതിയിലാണെന്നുള്ളത് പഴയകാല ഇതിൽ പറയുന്നില്ല. ഇപ്പം തീയെ ആരാധിച്ചവരുണ്ട്. കാരണം 2 കല്ല് കൂട്ടി അടിക്കുമ്പോൾ അവിടെ ഒരു സ്പാർക്ക് വരുന്ന, അവിടെ തീ ഉണ്ടാകുന്നു. അങ്ങനെ അപ്പോൾ അതൊരു എന്താ പറയുക, അമാനുഷികമായ എന്തോ ഒരു സംഭവമാണ്. കാറ്റ് നമുക്ക് കാണാൻ പറ്റുന്നില്ല ഇപ്പോഴും. ഇപ്പോൾ ഇത്രയും ലോകം പുരോഗമിച്ചിട്ട് നമുക്ക് കാറ്റിനെ കാണാൻ പറ്റുന്നില്ല. അതേപോലെ ശബ്ദം, ഈ ശബ്ദം നമുക്ക് അനുഭവിക്കാമെന്നുള്ളതല്ല, നമ്മൾ ഇന്നുവരെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ അതിൻ്റെ വേർബ്സ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതെ. അപ്പോൾ ഇങ്ങനെ കുറേ ദൈവികമായിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യനാൽ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ആരാധിച്ചാണ് മനുഷ്യൻ ആദ്യം പാടിത്തുടങ്ങിയത്. അല്ലെ, വർഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കലായിരുന്നു. അങ്ങനെ പിന്നെ അത് ഭാഷയായി, വർഗമായി, അങ്ങനെ പലരും അവരവരുടേതായ ഇതിലേക്കൊക്കെ വന്നു. അങ്ങനെ പല രീതിയിൽ അത് മാറിപ്പോയി എന്ന് മാത്രം. പക്ഷെ അപ്പോഴും ഈ പറഞ്ഞ പോലെ അടിസ്ഥാനപരമായിട്ട് ദൈവത്തെ ആരാധിക്കാൻ തന്നെയാണ് ഈ ഗാനങ്ങൾ ഉണ്ടായത്. പക്ഷെ അതിൽ നിന്നും മാറിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു പോക്കും നമ്മുടെ ചിന്തയും. കാരണം ഇന്നത്തെ രീതികളെന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗത്തിലും ഇപ്പോൾ അവർ പറയുന്നത് ആഹ്ലാദിക്കുക, ദൈവത്തിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ആഹ്ലാദിക്കുക എന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ പള്ളിയിൽ തന്നെ മധുബയുടെ ഞങ്ങൾ ഏറ്റവും വിശുദ്ധമായിട്ട് കാണുന്ന ഒരു സ്ഥലമാണ്. അവിടെ കയറി അച്ഛന്മാരുൾപ്പെടെ ഡാൻസ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതെ അതെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ മാപ്പിളപ്പാട്ടിലും വേരിയേഷൻസ് വന്നിട്ടുണ്ട്. അത് പ്രേമപ്പാട്ടായിട്ട് മാറി. ഒരുപാട് നല്ല പാട്ടുകൾ അതേ ട്യൂണിൽ ആണും പെണ്ണും ചേർന്ന് പ്രേമിക്കുമ്പം കാണിക്കുന്ന ഗോഷ്ഠികളും അങ്ങനെ ആ രീതിയിലേക്ക് മാറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിനൊരു മൂല്യച്യുതി വന്നിട്ടുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും. മാർക്കോസ് ചേട്ടൻ്റെ നമ്മൾ ഒരു മുസ്ലിം ആളുകൾ ഏറ്റെടുത്ത ഹിറ്റ് പാട്ടുകൾ കുറേ പാട്ടുകളുണ്ട്. ഈ പെരുന്നാൾ ദിനത്തിൽ ഇപ്പോൾ എനിക്കൊരു 4 ലൈൻ വേണമെന്ന് വെച്ചാൽ മാർക്കോസ് ചേട്ടന് ഏതായിരിക്കും പ്രഷർ കൊടുക്കുക? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന പാട്ടുകളെന്ന് പറയുന്നത് പഴയ പാട്ടുകളാണ്. അതെ. പിന്നെ ഞാൻ പാടിയ ഒരു പാട്ട്, ഈ പറഞ്ഞ പോലെ കുതിരത്ത് എന്ന് പറഞ്ഞ ഒരു CD-യിലെ ഒരു പാട്ട്, എനിക്ക് ഞാൻ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും പാടുന്നൊരു പാട്ടാണ്. ഗാനമേളയ്ക്കാണേലും മാപ്പിള ഗാനമേളയിൽ പാടുന്നൊരു പാട്ടാണ്. ഉമ്മത്തിൻ വസീല എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അതൊരു അറബിക് ടച്ചുള്ള ഒരു പാട്ടാണ്. അതിൻ്റെ ഒരു 4 വരി ഞാൻ പാടാം. ഉമ്മത്തിൻ വസീല വസീല ദീൻ വസീല ഇമ്പപ്പൂ റിസാല റിസാല ദീൻ റിസാല ആരംഭ റസൂല റസൂലേ യാ റസൂലേ. ഇങ്ങനെയാണ് ആ പാട്ടിൻ്റെ ഒരു രീതി. അറബി ടച്ചോടുകൂടി, ഒരു അറബി ടച്ച് ഉള്ളത്. എനിക്ക് മാർക്കോസ് ചേട്ടൻ്റെ മറ്റൊരു പാട്ട് ഭയങ്കര, എനിക്ക് നമ്മുടെയൊക്കെ മനസ്സിൽ ഈ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു ജയിലിൽ നിന്ന് ഇറങ്ങിയ ഒരു കഥ പറയുമ്പോൾ ആ പാട്ട് വരും. സൗദിയിലൊരു വിഷയം, പോലീസ് സ്റ്റേഷനിൽ പോയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പാട്ട് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പാട്ട് പാടി തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയ ഒരു കഥ. തീർച്ചയായിട്ടും. അതായത് 2013 തോന്നുന്നു. ഞാനിതുപോലെ 2000 മുതൽ പല പ്രാവശ്യം എന്നെ സൗദിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് ആളുകൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ 55 മുതൽ ഇങ്ങനെ പോകുന്നൊരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് സൗദിയിലെ ഏകദേശ വിവരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു എഗ്രിമെൻറ്റും എൻ്റെതായ ചില കണ്ടീഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്യാത്തതുകൊണ്ട് ഞാൻ
പോകാതെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ 2013 അതിനൊരു വേദി ഒത്തത്. അപ്പം ഞാൻ പറഞ്ഞ പിന്നെ കണ്ടീഷൻസിൻ്റെ ഒരു 90-95% അംഗീകരിക്കപ്പെട്ടു. അത് ഒരു എനിക്ക് രണ്ടല്ല, ശരിക്കും പറഞ്ഞാൽ സൗദിയിൽ നിന്ന് ആദ്യം വന്ന റിയാദിൽ നിന്നാണ് ആദ്യത്തെ പ്രോഗ്രാം വരുന്നത്. അപ്പോൾ അദ്ദേഹം ഇത് ഏറ്റു, എൻ്റെ കണ്ടീഷൻസ് എല്ലാം ഏറ്റു. അങ്ങനെ ഞാൻ പോകുന്നു. ഞാൻ അദ്ദേഹമായിട്ട് എഗ്രിമെൻ്റ് വെച്ചതിന് ശേഷം എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ദമാമിലാണ്. അപ്പോൾ ഇദ്ദേഹം എന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു, പക്ഷേ ഒന്നും ശരിയാവുന്നില്ല. പിന്നെ ഞാൻ ഇന്ന പോലെ വരുന്നുണ്ട്, നിങ്ങൾ തമ്മിലൊരു ധാരണയിലെത്തുകയാണെങ്കിൽ ഞാൻ റിയാദിൽ നിന്ന് ദമാമിലേക്ക് വരാം. അങ്ങനെ ഞാൻ ഇയാളെ വിളിച്ച് പറയുന്നു. ഞാൻ പറഞ്ഞ എഗ്രിമെൻ്റ് വേണം, കാരണം നമ്മൾ തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ട്, നിങ്ങൾ തമ്മിലൊരു എഗ്രിമെൻ്റ് വേണം, കാര്യങ്ങളൊക്കെ ഇങ്ങനെ വ്യക്തമാക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ ഈ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുന്നത്. അങ്ങനെ ഇരിക്കെ ഇവർ തമ്മിലത് എഗ്രി ചെയ്യുന്നു. അങ്ങനെ ഞാൻ റിയാദിൽ ചെന്നു, ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. പിറ്റേ ദിവസം ഞാൻ അവിടുന്ന് ദമാമിൽ ചെല്ലുന്നു. ദമാമിൽ ചെല്ലുമ്പം എന്നെ സ്വീകരിച്ച് കൊണ്ടുപോയി. അങ്ങനെ ഹോട്ടലിൽ ചെന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ ഹോട്ടലിലെത്തിയപ്പോൾ തന്നെ ഏകദേശം 2-2:30 മണിയായി. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേട്ടാ 6:30-ക്കാണ് പരിപാടി. ഞാൻ പറഞ്ഞു 6:30-ക്കോ 5:30-ക്കോ എത്ര ആയാലും കുഴപ്പമില്ല, ഞാൻ റെഡിയാണ്, നമ്മൾ റെഡിയാണ്. അങ്ങനെ പറയുന്നു. അങ്ങനെ അവസാനം 6 മണിയൊക്കെ ആയപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഇച്ചിരി ലേറ്റാവും, നമ്മൾ ചിലപ്പോൾ അതൊരു 7:30 മണിയോളം ആകും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, കുഴപ്പമില്ല, എന്തായാലും ഞാനിവിടെ ഉണ്ടല്ലോ, നിങ്ങൾ വണ്ടിയും കൊണ്ട് വന്നാൽ മതി, ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ 7:30 ഒക്കെ ആയപ്പോൾ എന്നെ കൊണ്ടുപോകണു. ഞാനവിടെ ചെന്ന് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഈ ഹാളിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു പ്രത്യേക സ്ഥലമുണ്ട്, അവിടെയാണ് ഞാൻ ഇരിക്കുന്നത്. ഹാളിലേക്ക് ഞാൻ പോയിട്ടില്ല. അങ്ങനെ 7:30-ആയി, 8:30-ആയി, 9:00-ആയി, 9:15-ആയി. അപ്പോൾ പുറത്ത് ഞാൻ ഇരിക്കുന്നതിൻ്റെ പുറത്ത് ഉള്ള ഒരു തളം പോലുള്ള ഒരു സ്ഥലത്ത് ഭയങ്കര ശബ്ദവും ബഹളമൊക്കെ കേൾക്കാം. അപ്പോൾ എൻ്റെ കൂടെ വന്ന മലയാളിയായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, സാറ് പുറത്തോട്ട് പോകണ്ട. ഞാൻ പറഞ്ഞു, ഞാനെന്തിനാണ് പുറത്തോട്ട് പോകുന്നത്, എന്നെ വിളിക്കാതെ ഞാൻ പോകേണ്ട കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അറബി വേഷധാരികളായ 4-5 പേര് കയറി വരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, വീൻ മാർക്കോസ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ചോദിക്കുന്നത്, മാർക്കോസ് ആരാന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ എഴുന്നേറ്റു ഇങ്ങനെ എന്നെ കൈ കൊണ്ട് കാണിച്ചു അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഇരിക്കുന്നു. അങ്ങനെ ഇവർ ഞാനിരുന്ന മുറിയുടെ പിന്നെ ജനലിൻ്റെ കർട്ടനൊക്കെ പൊക്കി നോക്കുന്നു. ഒരു സോഫ ഉണ്ടായിരുന്നു, ആ സോഫയുടെ അടിയിൽ നോക്കുന്നു, അവിടെ നോക്കുന്നു, ബാത്റൂമിൽ പോയി നോക്കുന്നു, എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല, നമുക്കൊന്നും പിടികിട്ടുന്നില്ല. അവസാനം എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. അങ്ങനെ എഴുന്നേറ്റ് വന്നു. ആ റൂമിൻ്റെ പുറത്തേക്ക് ഈ തളത്തിലേക്ക് ഇറങ്ങുന്ന വാതിലിൻ്റെ അവിടെ എത്തിയപ്പോഴാണ് കുറേ പേര് അവിടെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അവരെല്ലാം ബാച്ചിലേഴ്സായിട്ട് വന്നവരാണ്. ബാക്കി ഫാമിലി ആയിട്ട് വന്നവരെല്ലാം അവർ വിട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, അപ്പോൾ എൻ്റെ കൂടെ ഒരാളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ആരോ ഇവർക്ക് കൊടുത്ത ഇൻഫർമേഷനാണ്. കാരണം അവിടുത്തെ ന്യൂ ഇയർ ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ഫെബ്രുവരി വരെയൊക്കെ ഉള്ള മാസങ്ങളിലാണ്, അതായത് ഡിസംബറിൽ തന്നെ അല്ല, ജനുവരി ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിലാണ് നടക്കുന്നത്. ഇത് എനിക്ക് വന്നൊരു ഫെബ്രുവരി മാസത്തിലായിരുന്നു, 2013 ഫെബ്രുവരി ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആരോ വിളിച്ചു പറഞ്ഞു, ഇതൊരു ക്രിസ്ത്യൻ പരിപാടിയാണ്, ഇതിനകത്ത് കള്ള് ഉണ്ട്, ഡാൻസ് ഉണ്ട്. അപ്പം അതിനാണ് ഇവർ ഈ കള്ള് തപ്പാനായി വന്നത്. അപ്പോൾ അവിടെ നിന്ന് ഒന്നും കിട്ടിയില്ല. അത് തന്നെയല്ല, ഞാൻ അവിടെ പോയിട്ട് വയലേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല. എനിക്ക് വിസ ഉണ്ട്, 7 ദിവസത്തെ വിസ ഉണ്ട്, 7 days വിസ ഉണ്ട്. അപ്പോൾ എനിക്ക് അവിടെ നിൽക്കാനുള്ള അവരുടെ തന്നെ ഇതുണ്ട്, രേഖയുണ്ട്. ഞാനായിട്ടൊന്നും ചെയ്തിട്ടുമില്ല. ഞാൻ അവിടെ പോവുകയോ പാടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം എൻ്റെ പേരിൽ ആരോപിക്കാനൊന്നുമില്ല. പക്ഷേ അന്വേഷിച്ചപ്പോഴാണ് അതിന് പെർമിഷൻ എടുക്കാതെയാണ് ഈ പരിപാടി അവരുടെ അവിടെ സംഘടിപ്പിച്ചത്. അപ്പോൾ അവിടെ ഒരു 10,500-2,000 പേര് കൂടി. അതിൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള രീതിയിലാണ് എന്നെ അവർ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നത്. കാരണം അതിൻ്റെ ഈ സംഘാടകനെ അവർക്ക് കിട്ടിയില്ല. സംഘാടകൻ അവർ അപ്പോഴേ മുങ്ങി. അപ്പോൾ പിന്നെ ഇയാളെ കിട്ടുന്നവരെ എന്നെ അവിടെ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയി ഇരുത്തി. അങ്ങനെ ഞാനവിടെ, പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ, അപ്പം തലേ ദിവസത്തെ പരിപാടിക്ക് എൻ്റെ കൂടെ VT ബൽറാം MLA ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇവിടെ UDF ഭരണമാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി ആയിട്ട് ബൽറാമിനുള്ള ബന്ധവും എനിക്കും ഒരു ബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെ ഉമ്മൻചാണ്ടിയെ വിളിച്ച് പറയുന്നു, ഇങ്ങനെ സാറേ എന്നെ പോലെ നമ്മുടെ മാർക്കോസിനൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്,
ഉടനെ ഉമ്മൻചാണ്ടി എൻ്റെ വീട്ടിൽ വിളിക്കുന്നു. എന്താ മോളെ എന്താ സംഭവം എന്ന് ചോദിച്ചു ഭാര്യയോട്. അപ്പോൾ ഭാര്യയും പറഞ്ഞു എനിക്കൊന്നും അറിയില്ല, ഇപ്പം കിട്ടിയ വിവരമുള്ളൂ. ഉടനെ തന്നെ അദ്ദേഹം അന്ന് ഇ അഹമ്മദ് വിദേശകാര്യമന്ത്രിയാണ്, അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു. ഉടനെ ഇ അഹമ്മദ് അവിടെ വിളിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കണക്ഷൻ പെട്ടെന്ന് വന്നു. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷേ നിയമമാണല്ലോ. അപ്പോൾ അവർക്ക് റിയാദിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, അത് റിലീസ് ചെയ്യാനുള്ള ആ ഒരു കാലതാമസമാണ് എനിക്ക് വന്നത്. അപ്പം ഞാൻ അവിടെ ഇരിക്കുകയാണ്, ഈ സ്റ്റേഷനിൽ ഇരിക്കുക. അപ്പോൾ എന്നോട് പിന്നെ ഒരുപാട് ഒരു മലയാളികൾ ഇതുപോലെ ഈ ഡ്രൈവിംഗ് ലൈസൻസും ഇക്കാമയൊക്കെ ഇല്ലാതൊക്കെ ഇറങ്ങുന്നവരെ, പുറത്തേക്ക് ഇറങ്ങുന്നവരെ പിടിച്ചോണ്ട് വരും. അത് കാണിക്കുമ്പോൾ അപ്പം തന്നെ അവരെ വിടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വന്ന് കുറച്ച് പേര് എന്നോട് ചോദിച്ചു എന്താ സാറേ എന്താ. ഞാൻ പറഞ്ഞതൊന്നുമില്ല, ഇങ്ങനെയാണ് സംഭവം. അവർക്ക് അത് കുഴപ്പമില്ല, ഇവർക്ക് കാര്യങ്ങൾ ക്ലിയർ ആയാലും അവരെ അപ്പം തന്നെ വിടും. അപ്പം ഞാൻ എൻ്റെ കൂടെ വന്ന പുള്ളിയോട് ഞാൻ ചോദിച്ചു എന്താ നമ്മുടെ കുറ്റമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ പുള്ളിക്കാരൻ ചെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു പ്രത്യേകിച്ച് ഞങ്ങൾക്കൊന്നും പറയാനില്ല, ഇവരെ ഇപ്പം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇവിടുത്തെ മതകാര്യ പോലീസാണ്. അപ്പം അന്ന് ലോക്കൽ പോലീസിനേക്കാളും പവർഫുള്ളാണ് മതകാര്യ പോലീസ്. അപ്പോൾ മുത്തവ എന്നാണ് പറയുന്നത്. അപ്പം ഈ മുത്തവമാരാണ് അവിടെ കൊണ്ടുവന്ന് നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയത്. അപ്പം അവർ വന്ന് പറയാതെ ഞങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു കുറ്റം പറയാനായിട്ട് അവരൊന്നും എഴുതി വെച്ചിട്ടുമില്ല. അപ്പം ഇവർക്ക് ഈ പറഞ്ഞ പോലെ നമ്മുടെ പേരിൽ എന്തും ആരോപിക്കാം. അപ്പോൾ അപ്പോൾ മറ്റേ അദ്ദേഹം പറഞ്ഞു, ഇദ്ദേഹം ഇന്ത്യയിലെ, കാരണം കേരളത്തിൽ നിന്നൊന്നും പറഞ്ഞാൽ അവർക്ക് അറിയില്ല, ഇന്ത്യയിലെ ഒരറിയപ്പെടുന്ന ഗായകനാണെന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം എൻ്റെ പേരെടുത്ത് അടിച്ചു നോക്കി. അപ്പോൾ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ക്രിസ്ത്യൻ പാട്ടുകളാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ വീണ്ടും മറ്റേലേക്ക് പോവാം. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാനൊരു അറബി പാട്ട് പാടാമെന്ന് പറയട്ടെ. ഞാൻ പറഞ്ഞു ഞാനെന്താ പറഞ്ഞു, നമ്മുടെ കൂടെ ഉള്ള ആൾ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഒരുപാട് മുസ്ലിം പാട്ട് പാടിയിട്ടുള്ള ആളാണ്, ഒരു അറബി പാട്ട് പാടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പണ്ട് ബഹ്റൈനിൽ ഇതുപോലെ 85-ലോ 86-ലോ മറ്റോ പോയപ്പം അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ഉദ്ഘാടകൻ. അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിച്ചപ്പം അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് പാടാമോ എന്ന് എന്നോട് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ തലേദിവസം ഇതുപോലെ റിഹേഴ്സൽ ചെയ്ത സമയത്ത് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു പാട്ട് കൊണ്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഉച്ചാരണം പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ പഠിക്കാം. അത് അവിടെ നിന്ന് കൊണ്ടുത്തരുവാണ്, അവിടെ വെച്ച് തന്നെ. അങ്ങനെ അത് പഠിച്ചിരുന്നു ഞാൻ നേരത്തെ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ട് എനിക്കറിയാം, അത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാൻ അത് പാടി. അതൊരു ഈജിപ്ഷ്യൻ സിംഗർ പാടിയ ഒരു പാട്ടാണ്, അവരുടെ തന്നെ അറബി തന്നെ പാടിയ പാട്ടാണ്. അത് അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്, വാലയ്യ വാലഹാലി ഔവനവ്വചരിതനത്താലി വാലയ്യ വാലഹാലി ഔവനവ്വചരിതനത്താലി മിൻഹുമു ഫീ ഉസർതി ബറാനി ലാനി മുക്തിയു ലാനി ഇബ്ജാനി വാലയ്യ വാലഹാലി വാലയ്യ വാലഹാലി വാലയ്യ ഇങ്ങനെ പോവാ പാട്ട്. അത് അവർക്ക് ഭയങ്കരമായിട്ട് ഷോക്കായിക്കാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ ഈ നമ്മുടെ ഒരു സർക്കിൾ ഇൻസ്പെക്ടറുടെ DYSPയുടെ റാങ്കിലുള്ളൊരു ഓഫീസർ അന്നേരം അവിടെ ഇരിക്കുന്നത്. അപ്പം ഞാനിത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കണ്ണടച്ച് ഇടയ്ക്ക് നോക്കിയപ്പോൾ ഉണ്ട് എൻ്റെ ചുറ്റും ഒരു 3-4 പോലീസുകാരുണ്ട്, തോക്കൊക്കെ പിടിച്ചവന്മാർ. അവിടെ പാറാവുന്നവരാണ് അവർ. പാട്ട് കേട്ട് വന്നതാ. അപ്പോൾ എന്നോട് ചോദിച്ചു ഗനി. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് പിന്നെ ചോദിച്ചു എന്തായും പറയുന്നത് ഗന്നി. അപ്പോൾ പറഞ്ഞ് പാട്ടുകാരനാണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു യേസ് ഗന്നി. പിന്നെ ഭയങ്കര ലോഹിയായിരുന്നു. അവർക്ക് ഡ്യൂട്ടിയുള്ള സമയത്ത് അവർ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നോട് പറഞ്ഞൊരു ഫോട്ടോ എടുക്കണം, പക്ഷെ ആരോടും പറയരുതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. ഭയങ്കര അനുഭവമായിരുന്നു. ഒരു ഭയപ്പെടുന്നുണ്ടെങ്കിലും അനുഭവം നമ്മൾ കേട്ടിരിക്കുന്ന അങ്ങനെയാണല്ലോ. അതെ, പക്ഷെ നല്ല അനുഭവമായിരുന്നു. ഒരാള് മാർക്കോസ് ചേട്ടനെ കുറിച്ച് ഒരു വിരോധം മറ്റൊരാളുടെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ട്. അയാളെക്കുറിച്ച് അയാൾ തന്നെ പറയാതെ മാർക്കോസ് താങ്കളെ കുറിച്ച് ഇവൻ ഇന്നതാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? എത്രയോ പേര്. അവരോട് പിന്നെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഞാൻ ഇപ്പോഴാണേലും അവരൊക്കെ എന്നെ ഒഴിവാക്കിയവർക്ക് പോലും വേണ്ടി പോലും ഞാൻ വിട്ടുവീഴ്ച ചെയ്ത് പാടിക്കൊടുക്കുന്നുമുണ്ട്, പാടിയിട്ടുമുണ്ട്, കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും. അവരങ്ങനെ നമ്മൾ തോൽപ്പിച്ചിട്ടുള്ളൂ, വേറെ വൈരാഗ്യമില്ല. ഇല്ല. നമ്മൾ സ്നേഹത്തോട് തന്നെ തോൽപ്പിച്ചു. കാരണം നമുക്കത് തലയിൽ വരയുണ്ടെങ്കിൽ അങ്ങനെ ആരും പറയില്ലല്ലോ. അപ്പോൾ ആ വരയിൽ എന്തോ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾ നന്നായിട്ട് ചെയ്തിട്ടും അതിനൊരു പൂർണ്ണ ഇത് കിട്ടാതെ പോകുമ്പം അത് എന്തോ നമുക്ക് വന്നിട്ടുള്ള ഒരു വീഴ്ചയാണ്. അല്ലാതെ
മുഴുവൻ അവരുടെ തലയിൽ വെച്ച് കൊടുക്കുന്നതും ശരിയല്ല. കാരണം എന്നോട് നമുക്ക് ജ്യോതിഷത്തിലൊന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ലെങ്കിലും അനുഭവങ്ങൾ വരുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അത് പണ്ടങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ഓട്ടോമാറ്റിക് ചിന്തിച്ചു പോകും. കാരണം എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ 100% വൃത്തിയായിട്ട് പാടിയാലും ഒരു 75% കൂടുതൽ അതിനൊരു അപ്രിസിയേഷൻ കിട്ടത്തില്ല എന്ന് എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ ശബ്ദത്താണ് പറയണത് അല്ലേ? അതൊന്ന് ആലോചിച്ച് വെക്കണം. അപ്പൊ എന്തുമാത്രം അസൂയ ഉള്ളവരുണ്ട് എന്നാണ് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും താങ്കളെ സ്നേഹിക്കുന്ന മൊത്തം പ്രേക്ഷകരാണ്, അല്ല ഒരു സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്നവരോ അവിടെ വരുന്ന മ്യൂസിക് ഡയറക്ടറല്ല, താങ്കൾ സ്നേഹിക്കുന്ന മൊത്തം പ്രേക്ഷകരാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ വയസ്സിലും ഇങ്ങനെ നിൽക്കുന്നത്. അത് നേരത്തെ നമ്മൾ തുടക്കത്തിൽ ദൈവഭാഗ്യമാണ്, ദൈവ നിശ്ചയമാണത്, ദൈവത്തിന്റെ തലോടലും ഉണ്ട്, അതേസമയം ഇവിടെ ചെറിയൊരു അടിയും ഉണ്ട്. എല്ലാവരെയും ഒരുമിച്ച് അയക്കുന്ന നമ്മുടെ ജീവിതം ഭയങ്കരമായി പോകില്ലേ? അതെ, ചിലർക്ക് ദൈവം എല്ലാം കൊടുക്കും. അത് ഈ പറഞ്ഞ പോലെ ഇപ്പോഴും എനിക്കും എല്ലാം ദൈവം തന്നിട്ടുണ്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഞാൻ ഒരു ഡോക്ടറുടെ മകനായിട്ട് ജനിച്ചു വളർന്നുവെങ്കിലും ഇന്നിപ്പോൾ ഞാൻ അറിയപ്പെടുന്ന മൊത്തം എൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് മാത്രമാണ്. എല്ലാം, പാട്ടായാലും എൻ്റെ സമ്പാദ്യങ്ങളായാലും ജീവിതമാണേലും എല്ലാം ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ്. പക്ഷേ എവിടെയോ ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ഇത് അവിടെ എത്താമായിരുന്നു എന്ന് തോന്നുന്ന ചില സംഭവങ്ങൾ തോന്നാറുണ്ട് അല്ലേ? ഇപ്പോഴും ആ തോന്നൽ നമ്മുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണല്ലോ ആ തോന്നലുണ്ടെങ്കിലേ നമുക്ക് വീണ്ടും വീണ്ടും അടുത്തടുത്ത വരാൻ പറ്റുള്ളൂ. അടുത്തടുത്ത പാട്ടുകൾ നല്ലത് പാടാൻ പറ്റും. നമുക്കൊരു വാശി ഉണ്ടെങ്കിൽ നമുക്ക് കരകയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് പോയാൽ പോയില്ലേ? അപ്പോൾ ആ ഒരു ഇതുണ്ട്. പക്ഷേ എനിക്ക് മാർക്കോസ് ചേട്ടനുള്ള ഏറ്റവും ബഹുമാനവും ശ്രമം വേറൊരു കാര്യത്തിനുണ്ട്. ഇത്രയും ഗാനങ്ങൾ പാടി, ഇത്രയും സ്ഥലങ്ങളിൽ യാത്ര ചെയ്തു, ഇത്രയും അറിയപ്പെടുന്ന ഒരാൾ, താങ്കളുടെ കൂടെ ഒരാളെ ഞാൻ കാണാറില്ല. അത് എന്താണ്? പണ്ടുമില്ല. നമുക്കൊരു ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്, ഫോൺ ഓഫാണ് അല്ലേ? എത്രയും പേര് വിളിക്കും, തങ്ങളുടെ കൂടെ ഒരു ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരാളുണ്ടെങ്കിൽ ആ ഫോൺ കൊടുത്തതുകൊണ്ടാണ്. പണ്ട് മുതലേ അങ്ങനെ ഈ സെൽഫ് സഫീഷ്യൻ്റ് ആവണം എന്ന് പറയാറുണ്ട്. അപ്പം നമ്മൾ സ്വയം നമ്മളെ തന്നെ കാരണം അച്ഛൻ അങ്ങനെയായിരുന്നു. എൻ്റെ അപ്പൻ ചെറിയ പ്രായത്തിൽ തന്നെ ഞങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഒരുപാട് സിമ്പിളായിരുന്നു പുള്ളി. അപ്പം ഞങ്ങളോട് എപ്പോഴും പറയുമായിരുന്നു, എടാ പറന്നു പോകുന്ന കാക്കയെ കൊണ്ടും ചിലപ്പോൾ ഒരു ഉപകാരം ഉണ്ടായെന്ന് വരും എന്ന്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ അയ്യോ അവൻ പാവപ്പെട്ടവനാ അല്ലെങ്കിൽ അവനെ കൂട്ടാൻ കൊള്ളൂല, അങ്ങനെ ഇല്ല. നമുക്ക് അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇച്ചിരെങ്കിലും മാറ്റി നിർത്തുന്നത്. അല്ലാതെ അവരുടെ സാമ്പത്തികമായിട്ടോ അവരുടെ കാഴ്ചയിലുള്ള ലുക്കിലോ ഒന്നുമല്ല ഞാൻ ഒരാളെ ഞാൻ അളക്കുന്നത്. കാരണം എനിക്ക് വേണ്ടപ്പെട്ടവർ പോലും, അതായത് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് പോലും പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ ഈ വലിയ പൈസക്കാരുടെ ഒരു ഫ്രണ്ട്ഷിപ്പോ അവരുടെ കൂടെ ഉള്ള ജീവിതമോ ക്ലബ്ബോ അങ്ങനെയുള്ളതൊന്നുമില്ല. എനിക്ക് കൂടുതലും പാവപ്പെട്ടവരും ഇടത്തരക്കാരുമാണ്. ഞാൻ പറഞ്ഞ അവരേ ഉണ്ടാവുള്ളൂ. ഈ വലിയവൻ വന്നിങ്ങനെ ഇരുന്നിച്ച് ആ കൈയൊക്കെ അടിച്ചേച്ച് അങ്ങ് പോകും. നമുക്ക് വേണ്ടി പറയാനോ നമുക്ക് വേണ്ടി തല്ലുകൊള്ളാൻ വരെ റെഡിയായിട്ട് നിൽക്കുന്നത് പാവപ്പെട്ടവരാണ്. അപ്പോൾ അവരാണ് എനിക്ക് വലിയൊരു തിരിച്ചറിവ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിട്ടുള്ളതും ഇപ്പോഴും ഞാൻ അവരോടാണ് കൂടുതൽ സഹകരിക്കുന്നത്. അതുകൊണ്ട് ആരും നമുക്ക് കൂടെ വേണ്ട. ഞാൻ ഇന്ന് വരെ ഇപ്പം ഈ 45 വർഷമായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞ സ്വയമാണ്. കാരണം എന്നാലും എനിക്കൊരു തൃപ്തി ആവുള്ളൂ. കാരണം വേറൊരാൾ ഓടിക്കുമ്പോൾ എനിക്ക് പ്രയാസമാണ്. ടാക്സിയിൽ പോകുമ്പോൾ അതില്ല. അല്ലെങ്കിൽ എനിക്കൊരു ഡ്രൈവർ ഒന്നും വേണ്ട. പിന്നെ ഇപ്പം എൻ്റെ ചെരുപ്പ് തുളയ്ക്കുന്നത് ഞാൻ തന്നെയാണ്. ഈ പറഞ്ഞ പോലെ വണ്ടി ഓടിക്കുന്നത് ഞാൻ തന്നെയാണ്. ഏതെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഒരു കടയിൽ പോകണമെങ്കിൽ ഞാൻ തന്നെ പോകും. അതിലൊന്നും ഞാൻ ഉടനെ നീ പോയി അത് വാങ്ങിച്ചിട്ട് പോവാ, നീ അങ്ങോട്ട് പോകും, നീ ഇങ്ങോട്ട് പോകുന്നൊന്നും ഞാൻ പറഞ്ഞ ആരെയും നിർത്താറുമില്ല. അതിനുവേണ്ടി ഞാൻ ആരും ഓടിക്കാറില്ല. ചിലവരൊക്കെ 10-15 ആൾക്കാരെ കൊണ്ടുനടക്കണം. എനിക്ക് അങ്ങനെ ഇല്ല. കാരണം അങ്ങനെ ഉണ്ടെങ്കിലേ ഉള്ളൂ എന്നുള്ളൊരു ധാരണയുണ്ട്. നമ്മുടെ കൂടെ ഒരു 4-5 പേര് വേണം എപ്പോഴും. അത് ശരിയാണ്, ഒരു പരിധിവരെ കുറച്ച് ഷോ ഓഫ് ആവശ്യമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് പണ്ട് മുതലേ അതില്ലാത്തതുകൊണ്ടായിരിക്കാം അങ്ങനെ വേണം, അങ്ങനെ തന്നെ അങ്ങ് പോവുക. ഒരു ഡോക്ടറിൻ്റെ മകനാണ് താങ്കൾ. എൻ്റെ ഒരു അറിവിൽ അന്നത്തെ കാലത്ത് ഡോക്ടർമാരും അന്നത്തെ കാലഘട്ടം ഡോക്ടർമാരും നേഴ്സുമാരും വെള്ളയും ഉപയോഗിക്കുന്നത് സെറ്റ് ചെയ്ത ഡോക്ടർമാരാണ്. അന്നൊക്കെ അതാണ് ആ പാരമ്പര്യമാണ് താങ്കൾ തുടർന്ന് എന്നാണ് എൻ്റെ ഒരു അറിവ്. വൈറ്റിലേക്ക് മാറുന്നത് അല്ലാതെ ദാസേട്ടനെ കണ്ടിട്ട് തുടങ്ങിയതല്ലാതെ. അതും ആ സമയങ്ങളിൽ ഈ താങ്കളുടെ വളർച്ചയ്ക്ക് വലിയ വിവാദങ്ങളിലേക്ക് പോയി. ദാസേട്ടൻ്റെ അതേ പാരമ്പര്യം, അദ്ദേഹത്തിൻ്റെ ജുബ്ബ, അദ്ദേഹത്തിൻ്റെ വെള്ള ചെരുപ്പ്, അദ്ദേഹത്തിൻ്റെ വെള്ളമുണ്ട്, താടി, മുടി,
ഇതൊക്കെ ഒരു പരിധിവരെ താങ്കൾക്ക് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ ദാസേട്ടൻ തന്നെ പ്രതികരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ദാസേട്ടൻ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. മാർക്കോസിനെ കുറിച്ച് വളരെ മോശമായ നിലയിൽ ദാസേട്ടൻ പറഞ്ഞിരുന്നു. നിവൃത്തിയില്ലാതെ വന്നപ്പോൾ എന്തോ ഒന്ന് പ്രതികരിച്ചു. ഇപ്പോൾ എങ്ങനെയാണ് ആ പ്രതികരണമൊക്കെ കാണുന്നത്? അല്ല, അന്നും അദ്ദേഹത്തിനെതിരെ എന്നുള്ള രീതിയിലല്ല. കാരണം ഞാൻ അന്നും ഇന്നും അദ്ദേഹത്തെയാണ് എൻ്റെ മനസ്സിൽ ഞാൻ ഗുരുവായിട്ട് സങ്കല്പിച്ചിട്ടുള്ളതും. ആദ്യകാലങ്ങളിലൊക്കെ പല കാര്യങ്ങളും ഞാൻ അദ്ദേഹത്തെ കണ്ടാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, നോക്കി നിന്ന് പഠിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ അയൽവാസിയായിരുന്ന ആളുടെ വീട്ടിൽ എപ്പോഴും വരുമായിരുന്നു. അത് ഈ തിരക്കില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, അതായത് ആലപ്പുഴ കൊല്ലത്ത് വെച്ച്. അപ്പം ഞങ്ങൾ അന്ന് 61 അദ്ദേഹം സിനിമയിൽ വരുന്നത്. 72 കാലഘട്ടത്തിൽ ഞങ്ങൾ കൊല്ലത്ത് താമസിക്കുമ്പോൾ സിനിമയിൽ വന്നിട്ട് 10 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷെ അന്ന് യേശുദാസാണ്. അപ്പം ഇദ്ദേഹം എൻ്റെ അയൽവാസിയായിട്ടുള്ള ഒരു സുധാകരൻ എന്ന് പറഞ്ഞൊരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരും. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ കൂടെ പഠിച്ചിരുന്നതാണ്, രാജീവ് എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പം അവൻ പറഞ്ഞാണ് ഞാൻ അറിയുന്നത് ദാസേട്ടൻ അവിടെ വരും. അങ്ങനെ ഒരിക്കൽ വന്നപ്പോഴാണ് ഞാൻ പരിചയപ്പെടുന്നത്. അന്ന് എനിക്ക് 15 വയസ്സോ മറ്റോ ആണ്. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെടുന്നു. എന്നെ ഭയങ്കരമായിട്ട് പുള്ളി അപ്രീഷിയേറ്റ് ചെയ്തു, ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ആ സമയത്തൊക്കെ. അപ്പോൾ അന്നൊക്കെ പുള്ളി എപ്പോൾ വന്നാലും ഞാനിങ്ങനെ പുള്ളിയുടെ കൂടെ ഇങ്ങനെ അങ്ങ് നടക്കും. അങ്ങനെ കുറേ കണ്ടുപഠിച്ചിട്ടുണ്ട്. അതുപോലെ പുള്ളിയുടെ രീതികളൊക്കെ എനിക്ക് അത്യാവശ്യം പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് തന്നെ നേരത്തെ ഹൈദരാലി പറഞ്ഞ പോലെ എൻ്റെ അപ്പൻ 1940-45 കാലഘട്ടത്തിലൊക്കെ മെഡിസിന് പഠിച്ചിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ വൈദ്യശാസ്ത്ര രംഗം എന്ന് പറയുന്നത് ഒരു വലിയ പരിപാവനമായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് വെച്ചിരുന്നത്. അന്ന് ഡോക്ടർമാർ അവരുടെ ഒരു ബാഗുണ്ട്, ഈ ഡോക്ടർമാർക്കൊരു നമ്മൾ പഴയ സിനിമയിലൊക്കെ കാണാം. ആ ബാഗിൽ അത്യാവശ്യം മരുന്നുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വീടുകളിൽ പോയി നോക്കുമായിരുന്നു. ഇപ്പോഴാണ് അങ്ങനെയൊന്നും ഇല്ലാത്തത്. അപ്പോൾ അന്നൊക്കെ അങ്ങനെയായിരുന്നു, ഒരു പരിപാവനമായിട്ടുള്ളൊരു തൊഴിലായിട്ടാണ് അത് വെച്ചിരുന്നത്. അപ്പോൾ അന്നത്തെ അവരുടെ ഹൃദയത്തിൻ്റെ മനസ്സിൻ്റെ നിർമ്മലത കാണിക്കുന്ന വസ്ത്രമായിട്ടാണ് ഈ വെള്ളവസ്ത്രം വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ സ്റ്റാഫ്, അറ്റൻഡർമാർ എല്ലാവരും, ഹോസ്പിറ്റൽ സ്റ്റാഫ് മൊത്തം വെള്ളയായിരുന്ന ഒരു കാലഘട്ടമുണ്ട്. അപ്പം ഞാൻ കണ്ടു വളർന്നതും പഠിച്ചതും അതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞില്ല, 10-15 വയസ്സായപ്പോഴാണ് ഞാൻ ദാസേട്ടനെ കാണുന്നത്. പക്ഷെ അതിന് മുമ്പ് വെള്ളയാണ്. കാരണം അന്നത്തെ സ്കൂളുകളിൽ മിക്കവാറും എല്ലാ സ്കൂളിലും വെള്ള ഷർട്ടും ഒന്നുകിൽ കാക്കി നിക്കർ അല്ലെങ്കിൽ നീല നിക്കർ അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ പഠിച്ച സ്കൂളിൽ 9ാം ക്ലാസ്സിൽ വന്നപ്പോഴത്തേക്കും വെള്ള പാൻറ്റും വെള്ള ഷർട്ടുമായിരുന്നു. അപ്പം അങ്ങനെ വെള്ള ഇട്ട് നടക്കുന്ന സമയത്താണ് യേശുദാസിനെ ഞാൻ കാണുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പം ഈ പാട്ട് എനിക്ക് പണ്ട് മുതലേ ഉണ്ട്, 8 വയസ്സുള്ളപ്പോഴേ ഉണ്ട് ഈ പ്രാന്ത്. അപ്പം ഞാൻ നോക്കുമ്പോൾ ഇദ്ദേഹം കംപ്ലീറ്റ് വെള്ള. മാത്രമല്ല എന്തോ ഒരു പ്രത്യേകത പുള്ളിയുടെ ആ പരിപാടിയിലും പുള്ളിയുടെ പ്രകടനത്തിലും ഒക്കെ എനിക്ക് തോന്നി. കാരണം ഞാൻ അന്ന് ദാസേട്ടനെ കാണുന്ന 72 ഒരു ഗാനമേള ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പം വേദിയിൽ ഇതേപോലെ കളറുള്ള ഷർട്ട് ഇട്ട ഓരോ ടീം, ഓർക്കസ്ട്ര 8 പേര്, അതിൻ്റെ നടുക്ക് തൂവെള്ള വസ്ത്രത്തിൽ യേശുദാസും, അന്ന് സുജാത കുഞ്ഞ 10-13 വയസ്സേ ഉള്ളൂ, ഇവർ രണ്ടുപേരും തൂവെള്ള വസ്ത്രത്തിൽ നിൽക്കുന്നത്. അപ്പോൾ കാഴ്ചയ്ക്ക് തന്നെ നല്ലൊരു രസം, കണ്ണിന് നല്ല ഒരു കുളിർമ. അപ്പം ഞാനും വിചാരിച്ചത് തന്നെ മതി. അങ്ങനെയാണ് ഈ വെള്ള കണ്ടിന്യൂ ചെയ്തത്, തുടർന്നു പോയത്. അത് പക്ഷേ എനിക്ക് ആ സമയങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു കുറ്റം കണ്ടുപിടിക്കുന്നു എന്ന് പറഞ്ഞാൽ, വെള്ള ഇട്ടാലെന്താ, ഏത് വസ്ത്രം ഇട്ടാലെന്താ, പാടുന്നുണ്ടോ എന്ന് നോക്കിയാൽ പോരെ. അപ്പോൾ യേശുദാസിനെ പോലെ ഇരിക്കുന്നു, യേശുദാസിനെ പോലെ പാടുന്നു, യേശുദാസിനെ പോലെ നടക്കുന്നു. അപ്പോൾ അന്ന് പൊതുവേ എനിക്ക് കവിള് ചെറിയ പ്രായം മുതലേ അങ്ങനെ ഒരു തുടുത്ത കവിളല്ല, ഒട്ടിയ ഒരു കവിള. അപ്പോൾ ഈ താടി വന്ന പ്രായം മുതൽ താടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ താടി വെച്ച ഒരു ഈ കുഴി വെച്ചിരുന്ന് നകന്ന് കിട്ടും, ഒരു മുഖത്തിന് ചെറിയൊരു നിറവ് തോന്നുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് താടി വളർത്തിയത്. അതേപോലെ മുടിയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് കയറിയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു ഇത് നിറന്ന് നമ്മളെ മുഖം ആപ്പാടെ ഒന്നും ഒരു നിറവ്, അതുകൊണ്ടാണ് മുടിയും വളർത്തിയത്. അപ്പോൾ ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ ജനം വിചാരിക്കുന്നത് യേശുദാസിനെ അതുപോലെ, അങ്ങനെ യേശുദാസിനെ അതുപോലെ അനുകരിച്ചാൽ ശബ്ദവും പാട്ടും കഴിവും വരുമോ? ഒരിക്കലും വരില്ല. അപ്പോൾ അത് അവർ ചിന്തിക്കുന്നില്ല. അവർ നോക്കുമ്പോൾ യേശുദാസിനെ അനുകരിക്കുന്നു. ഇത് പ്രബുദ്ധരായിട്ടുള്ള പത്രക്കാർ വരെ അന്നെഴുതി.
അത് നെഗറ്റീവായി. നെഗറ്റീവായിട്ടാണ് ഇന്ന് എഴുതുവാണെങ്കിൽ പോസിറ്റീവാണ്. ഇന്ന് പോസിറ്റീവായിട്ട് എഴുതുന്നുണ്ട് അതിൽ പലരും. അപ്പോൾ അത് എന്നാ അവന് അത്യാവശ്യം നന്നായി പാടുന്നുണ്ട്. ആ ഒരു വരിയില്ല. അവസരം കൊടുത്താൽ ചിലപ്പോൾ അങ്ങനെ ഒരു വരി എഴുതില്ല. നന്നാവും. അതില്ല. യേശുദാസിനെ എഴുതിയിരിക്കുന്നു എല്ലായിടത്തും. അവിടെ എങ്ങനെ യേശുദാസിനെ പ്രൊമോട്ട് ചെയ്യാം അല്ലെങ്കിൽ എന്നെ എങ്ങനെ ഇകഴ്ത്താം എന്നുള്ളതായിരുന്നു അന്നത്തെ ഇതായത്. ഇത് ദാസേട്ടനും പറഞ്ഞിട്ടുണ്ടല്ലേ? ദാസേട്ടൻ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും ഒരു 8-10 പേര് ഇങ്ങനെ ഉണ്ടാവും. പണ്ട് മുതലേ ഞാൻ 72 കാണുമ്പോൾ മുതലേ ഉണ്ടല്ലേ? അന്നും ഉണ്ടല്ലേ? അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ പേരുണ്ട്. അപ്പം ആയിരിക്കണം ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ദാസേട്ടൻ. അല്ല യേശുദാസ് അവനിങ്ങനെ പറഞ്ഞു കേട്ടോ, അല്ല അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് പറയുമ്പോൾ നമ്മൾ 10 പ്രാവശ്യമാകുമ്പോൾ നമുക്കും തോന്നുമില്ല ചിലപ്പോൾ ശരിയായിരിക്കുമെന്ന്. അങ്ങനെ പ്രതികരിച്ചതായിരിക്കാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞ വേറൊന്നുമല്ല, നമ്മൾ ഈ പ്രകോപനങ്ങൾ ഇട്ടു കൊടുക്കുമല്ലോ എന്ന് പറഞ്ഞാൽ ആ ചോദ്യകർത്താവ് ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു ഇതിട്ടു. അതല്ല ഞാൻ കേട്ടു ഇനിയും ദാസ് പിന്നെ ഇനി മുതൽ താടി കറുപ്പിക്കുന്നില്ല എന്ന് കേട്ടു എന്ന് അദ്ദേഹം ഒന്ന് ഇട്ട് കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇനി മുതൽ താടി ഡൈ ചെയ്യുന്നില്ല. ഇനി ഇത് കണ്ടിട്ടെങ്ങാനും എന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങനെ ഒരു സാധനം കാണിച്ചു നമ്മളെ കളിയാക്കിക്കൊണ്ട്. അപ്പം അതൊരു ഇൻസൾട്ട് പോലെ തോന്നി.